നമസ്കാരം. മലയാളി വാർത്ത ലൈവിലേക്ക് സ്വാഗതം. കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള കേസിൽ പാറശാല SHO അനിൽകുമാറിന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. SHO ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറിന്റേതാണ് സസ്പെൻഷൻ നടപടി. കഴിഞ്ഞ ദിവസമാണ് അനിൽകുമാറിന്റെ വാഹനമിടിച്ച് വയോധികന് ദാരുണാന്ത്യം സംഭവിച്ചത്. അപകടമുണ്ടാക്കി വാഹനം നിർത്താതെ പോയ അനിൽകുമാർ നിലവിൽ ഒളിവിലാണ് എന്നാണ് സൂചന. സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറാനിരിക്കുകയാണ്. പാറശാല SHOയുടെ ചുമതല പൂവാർ CIക്കും നൽകാനുള്ള തീരുമാനമായി കഴിഞ്ഞു. അലക്ഷ്യമായി അമിത വേഗത്തിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കുകയും നിർത്താതെ പോകുകയും ചെയ്തതിനാണ് SHOയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ കോടതിയിൽ ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ SHOയെ പ്രതിയാക്കിയ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് SHOയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ അനിൽകുമാർ സമർപ്പിക്കാനിരിക്കുന്നു. കഴിഞ്ഞ 7-ാം തീയതിയാണ് സംഭവത്തിനാസ്പദമായിട്ടുള്ള വാഹനമിടിച്ചുള്ള രാജന്റെ മരണം. സംഭവത്തിൽ പാറശാല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ P അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ റൂറൽ SP ശുപാർശ ചെയ്യുകയായിരുന്നു. ദക്ഷിണ മേഖല IGക്കാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ കൊണ്ട് റൂറൽ SP റിപ്പോർട്ട് നൽകിയത്. സംഭവത്തിൽ SHO അനിൽകുമാർ നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചുവെങ്കിലും ചെയ്ത കുറ്റത്തിൽ അയാൾ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. ഒരാൾ വാഹനത്തിന്റെ സൈഡിൽ ഇടിച്ചു വീണുവെന്നും പിന്നീട് അയാൾ എഴുന്നേറ്റ് നടന്നുപോയെന്നുമാണ് അനിൽകുമാർ ആദ്യം നൽകിയിട്ടുള്ള മൊഴി. BNS പ്രകാരം 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അനിൽകുമാറിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഞായറാഴ്ച മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെയാണ് പാറശാല സ്റ്റേഷൻ വിട്ട് അനിൽകുമാർ തട്ടത്തുമലയിലെ വീട്ടിലേക്ക് പോയതെന്നാണ് വിവരം. അനുമതിയില്ലാതെ പോയതുകൊണ്ട് തന്നെ അപകടമുണ്ടായിട്ടും നിർത്താതെ പോയതാണ് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. അപകടമുണ്ടാക്കിയ അനിൽകുമാറിന്റെ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അനിൽകുമാറിന്റെ ഫോണ് നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. അയാൾ ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരം വാർത്തകൾ പുറത്തുവരുന്നത്. ദക്ഷിണ മേഖല IG ആണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം ഒളിവിലാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.